ഞാൻ പറഞ്ഞിരുന്നത് മുസ്ലിങ്ങളുടെ അടുത്തു നിന്നും കോൺട്രിബ്യൂഷൻ വാങ്ങണം ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി എന്നായിരുന്നു. പക്ഷെ അത് തകർത്തതും ആവാം, പിന്നെ തകർന്ന് കിടക്കുന്ന ഒരു അമ്പലമായിരിക്കും, രണ്ടും ആവാൻ സാധ്യത. ഈ യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതിന് ഇന്നത്തെ മുസ്ലിങ്ങൾ റെസ്പോൺസിബിൾ അല്ല. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ പറയും ആ മുസ്ലിങ്ങൾ കൂടി ഇതിന് റെസ്പോൺസിബിൾ ആണ് എന്ന് പറയും. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ആർമി ഉണ്ടല്ലോ, ഇപ്പം പിന്നെ യൂട്യൂബ് ആർമി, ബാക്കിയുള്ള ആർമികൾ മുസ്ലിങ്ങൾ കുറച്ച് വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു കുറേ ആൾക്കാർ. പക്ഷേ അവരെ മിസ്ഗൈഡ് ചെയ്തത് ഈ കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസും പിന്നീട് ഇപ്പം കേരളത്തിൽ നടക്കുന്നതിൽ മുസ്ലിങ്ങൾ ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവരെ ചിന്താഗതിയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പാണ്. പക്ഷേ ഈ തകർത്തു എന്നുള്ളതുണ്ടല്ലോ മെഡീവൽ ഇന്ത്യയിൽ ധാരാളം നടന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഒരു 15th സെഞ്ചുറി ഒരു സ്ട്രക്ചറിനെ ഡെമോളിഷ് ചെയ്തു. ഒരു മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഒരു വലിയൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു അമ്പലം. അതെ അതെ അതെ. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ജസ്റ്റിസ് ഇസ് സെർവ്ഡ്? അത് ജസ്റ്റിഫൈഡ് ആണോ അല്ലേ എന്നുള്ളതല്ല ഇപ്പോൾ ഇനി പ്രശ്നം. കാരണം അത് പൊളിച്ച് നഷ്ടപ്പെട്ടു പോയി. ഇല്ലെങ്കിൽ ഒരിക്കലും തന്നെ ഒരു പുതിയ സ്ട്രക്ചർ അതിൻ്റെ അടുത്തൊരു 300 മീറ്റേഴ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ഇത് പൊളിച്ചു പോയതിന് ശേഷം പിന്നീട് വരുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഒരു ന്യൂ സ്ട്രക്ചറാണ്. അപ്പം പിന്നെ അത് പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ്. കാരണം അപ്പോൾ അതൊരു ടൂറിസം പ്ലേസായിട്ട് മാറിക്കഴിഞ്ഞു. ഏതാണ്ട് 67ഓളം ഏക്കർ സ്ഥലമുണ്ട് ഇപ്പോൾ പുതുതായിട്ട്. പിന്നെ ഒരു ടൂറിസ്റ്റ് സെൻ്ററായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. കുറേയൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം പിന്നെ അപ്പോൾ അതിൽ ചില കോംപ്രമൈസുകളൊക്കെ ചെയ്യേണ്ടി വരും. അതല്ലാണ്ട് നമ്മൾ വെറും റിജിഡായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു ആർക്കിയോളജിസ്റ്റിന് മറുപടി നൽകാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഇതിൽ ആർക്കിയോളജി ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, മതമുണ്ട്, എല്ലാം കൂടിയും പിന്നെ ഇടകലർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുന്ന അവസരത്തിൽ പിന്നെ ഏറ്റവും നല്ല തീരുമാനം എടുക്കാൻ വേണ്ടി നോക്കുക. അതിൻ്റെ ശേഷം മുസ്ലിമും ഹിന്ദുക്കളും ഒന്നായിട്ട് യുണൈറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകട്ടെ. ഞാൻ പറഞ്ഞിരുന്നത് മുസ്ലിങ്ങളുടെ അടുത്തു നിന്നും കോൺട്രിബ്യൂഷൻ വാങ്ങണം ഇതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി എന്നായിരുന്നു. അങ്ങനെ വേണ്ടി അവർ മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഒരു പുതിയ അധ്യായമായിട്ട് മാറുമായിരുന്നു നമ്മളെ ചരിത്രത്തിൽ. പക്ഷെ അത് സംഭവിച്ചില്ല. അത് ഇവർ മുസ്ലിങ്ങൾ മുന്നോട്ട് വന്നിട്ട് വില്ലിംഗ്ലി ദേ ഷുഡ് ഹാവ് ഹാൻഡഡ് ഓവർ ഇറ്റ്. ചോദിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിക്കുകയാണ്. ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എക്സ്കവേഷനിലൂടെ ആ സ്ട്രക്ചർ തിരിച്ചെടുക്കുകയാണെങ്കിൽ ഓക്കെ, ജസ്റ്റിസ് ഇസ് സെർവ്ഡ്. അല്ലെങ്കിൽ ഒരു ആർക്കിയോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ആ സ്ട്രക്ചർ റീബിൽഡ് ചെയ്തു എന്ന് പറയാം. ഇതിപ്പോ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ ഒരു ന്യൂ സ്ട്രക്ചറാണ് വരുന്നത്. ആസ് എൻ ആർക്കിയോളജിസ്റ്റ് അതിന് യാതൊരുതര ആർക്കിയോളജിക്കൽ റെലവൻസും ഇല്ല. ആർക്കിയോളജിക്കൽ പെർസ്പെക്ടീവില് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്ടീവില് ഒരു റിലവൻസും ഇല്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നമ്മളത് എക്സ്കവേറ്റ് ചെയ്തത് തന്നെ ഒരു ഗുണമുണ്ടായത്, ഇഫക്റ്റീവായി എന്ന് കരുതുക? അല്ല, അത് ഞങ്ങൾ എക്സ്കവേറ്റ് ചെയ്തത് ഇത് പള്ളിയുടെ കീഴേ അമ്പലമുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ആയിരുന്നില്ല. അത് ശരിക്കും അതിൻ്റെ ആർക്കിയോളജിക്കൽ ഇതിൻ്റെ കൾച്ചറൽ കണ്ടിന്യൂറ്റി എത്ര കീഴോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് ഈ ടെമ്പിൾ ഇഷ്യൂ വന്നതാണ്. അപ്പം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി വാട്ട് ഈസ് ദ ബെസ്റ്റ് വി ക്യാൻ ഡു എന്നുള്ള നിലക്കാണ് ഇത് നമുക്കൊരു പാഠമാകട്ടെ. ആ പാഠത്തിൽ നിന്ന് കുറേ കൂടി പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ പറ്റൂ. ചരിത്രത്തിൽ ഒരു സംശയം ആദ്യം എക്സ്കവേഷന്റെ പറഞ്ഞപ്പോഴാണ് സർ, ബാബർ രാമക്ഷേത്രം തകർത്ത് ഒരു പള്ളി പണിതു എന്നുള്ളതാണല്ലോ നമ്മുടെ പൊതുവെയുള്ളൊരു വിശ്വാസവും നെറേറ്റീവും. അതാണ് ഈ ബാബർ പള്ളി തകർത്തു എന്നുള്ളത് ഹിസ്റ്റോറിക്കലി പ്രൂവൺ ആണോ സർ? അല്ല, അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനാണ് മീർ ബാക്കി എന്ന് പറഞ്ഞ ആളാണ് ഇത് ചെയ്തിട്ടുള്ള. ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ, പെർഷ്യനിൽ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇദ്ദേഹം തകർത്തു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. പക്ഷെ അത് തകർത്തതും ആവാം, പിന്നെ തകർന്ന് കിടക്കുന്ന ഒരു അമ്പലമായിരിക്കും, രണ്ടും ആവാൻ സാധ്യത ഉണ്ട്. വലിയ വ്യത്യാസമുണ്ടല്ലോ. ശരിയാണ്. തകർത്ത് പള്ളി പണിതു, തകർന്ന് കിടക്കുന്ന ഒരു പ്രിമൈസിൽ ഒരു പള്ളി വരുന്നത് വളരെ വലിയ വ്യത്യാസമാണ്. പക്ഷേ ഈ തകർത്തു എന്നുള്ളതുണ്ടല്ലോ മെഡീവൽ ഇന്ത്യയിൽ ധാരാളം നടന്നിട്ടുണ്ട്, ധാരാളം. അപ്പോൾ നിങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നല്ലോ കുത്തബ് മിനാറിൻ്റെ സൈഡിൽ കുവത്തുൽ ഇസ്ലാം മസ്ജിദ് പോയാൽ ഇപ്പോഴും 20, 40, 50 ഒന്നും അല്ലല്ലോ തകർക്കപ്പെടും. അതുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ
ഇപ്പോഴും ഇപ്പൊ നമ്മുടെ സോമനാഥ ക്ഷേത്രം തകർത്തത് ഇതിനും ഒരുപാട് നൂറ്റാണ്ടുകൾ മുന്നെയാണ്. പക്ഷെ അതിനൊക്കെ കൃത്യമായ റെക്കോർഡുകളുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അമ്പലം, ഇതിൽ കുറച്ച് പേജുകൾ, ഇപ്പം ബാബർനാമയുടെ കുറച്ച് പേജുകളും ഈ പീരീഡിൽ മിസ്സിങ് ആണ്. പക്ഷേ അതേ അവസരത്തിൽ പിന്നെ അവിടെ ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, മീർ ബാക്കിയാണിത്, പിന്നെ ഈ പള്ളി പണിതത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. ഇല്ല, തകർത്ത് എന്നുള്ളത് പൊതുവെ ആൾക്കാർ ആരും പറയില്ല. പക്ഷേ ഇവിടെ കുത്തുബ് മിനാറിലെ പിന്നെ കുവത്തുൽ ഇസ്ലാമിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. മുസ്ലിം ഇൻവേഡേഴ്സ് തകർത്തത് ഒരു ക്ലെയിം ആയിട്ട് തന്നെ അല്ല, അവതരിപ്പിക്കുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനങ്ങനെ ഒരു പ്രൂഫ് ഇല്ല. അതുകൊണ്ടാണ് ചോദ്യം. അത് കുറച്ച് പേജുകൾ മിസ്സിംഗ് ആണ് ആ പീരീഡിലെ. ഒരു 3 മാസത്തെ പിന്നെ പേജുകൾ മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. പക്ഷേ അതൊരു ഇതിൻ്റെ യുദ്ധത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതിന് ഇന്നത്തെ മുസ്ലിങ്ങൾ റെസ്പോൺസിബിൾ അല്ല. പക്ഷേ ആ മുസ്ലിങ്ങൾ, ഞാൻ പറയാറുള്ളത്, നമ്മൾ പിന്നെ ഇന്നത്തെ മുസ്ലിങ്ങൾ റെസ്പോൺസിബിൾ അല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ പറയും ആ മുസ്ലിങ്ങൾ കൂടി ഇതിന് റെസ്പോൺസിബിൾ ആണ് എന്ന് പറയും. ഞാനൊരു പിന്നെ 7 വർഷം ഇവിടെ ആയിരുന്നു, ഗോവയിലായിരുന്നു. അപ്പോൾ ഗോവയിലെ ക്രിസ്ത്യൻ പള്ളികളെ ഉള്ളിലാണ് എൻ്റെ താമസം. ബോം ജീസസ് കത്തീഡ്രൽ, പിന്നെ സെൻറ്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള കുറേ 7-10 പിന്നെ ഇതുണ്ട്. ഇവരെക്കാണെ മുസ്ലിങ്ങളെക്കാണെയും കൂടുതൽ അക്രമങ്ങൾ ചെയ്തിട്ടുള്ളത്, പിന്നെ വയലൻസ് ചെയ്തിട്ടുള്ളത് പോർച്ചുഗീസുകാരായിരുന്നു. അതായത് അവർ ശരിക്കും അഫ്ഗാനികളായിരുന്നു. പക്ഷേ ഇന്ന് വന്ന് നടന്നിരുന്ന ആ മെഡീവൽ വയലൻസിനെ ഒന്നും പിന്നെ ഇവർ ജസ്റ്റിഫൈ ചെയ്യില്ല എന്ന് മാത്രമല്ല, അതിനെ കണ്ടം ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്. ബ്രിട്ടീഷ് പീരീഡ് എടുക്കുക, ബ്രിട്ടീഷ് പീരീഡിലും ഇതേപോലെ കുറേ വയലൻസ് നടന്നിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ബ്രിട്ടീഷുകാരൻ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ? ഇവിടെ നടക്കുന്നത് അങ്ങനല്ല. ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി കുറേ ആളുകളും മെനക്കെടുന്നുണ്ട്. അതാണ് പിന്നെ പൊതുവെ ചരിത്രത്തെ മനസ്സിലാക്കുന്നതിൽ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും തമ്മിലുള്ള പിന്നെ വ്യത്യാസം എന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിങ്ങൾ ഇതിനൊന്നും ഡിഫെൻഡ് ചെയ്യാൻ പാടില്ല. അവർക്ക് നന്നായിട്ട് പറയാം, ഇത് കുറേ അഫ്ഗാനികളായിരുന്നു. ഇസ്ലാം വന്നത് 2 പിന്നെ റൂട്ടിലൂടെയാണ്. നമ്മൾ കേരളത്തിൽ വന്നത് ഒന്ന് കച്ചവടത്തിലൂടെയാണ്. അപ്പം അതിൻ്റെ സ്വഭാവം ഒന്ന് വേറെയായിരുന്നു. പക്ഷെ അത് അഫ്ഗാനികളായിട്ടില്ല, അറബികളല്ല. അറബികൾ കുറേ കൂടി സാംസ്കാരികമായിട്ട് ഔന്നത്യമുള്ള ആൾക്കാരെ. പക്ഷേ ഈ അഫ്ഗാനിസ്ഥാനിൽ കൂടി വന്ന അവസരത്തിൽ അതൊരു വയലൻറ്റ് ഫോം ഓഫ് ഇസ്ലാമായിരുന്നു വന്നിരുന്നത്. ഇന്നും അവരെ ടൈം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ ജനങ്ങളുടെ സ്വഭാവമാണ് പിന്നീട് ഇസ്ലാമിലും വന്നു ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്നും ന്യായീകരിക്കാൻ മുസ്ലിങ്ങൾ പോകാൻ പാടില്ല. ഇതിനൊന്നും ന്യായീകരിക്കാൻ വേണ്ടി ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ആർമി ഉണ്ടല്ലോ, ഇപ്പം പിന്നെ യൂട്യൂബ് ആർമി, ബാക്കിയുള്ള ആർമികൾ, മുസ്ലിങ്ങൾ കുറച്ച് വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു കുറേ ആൾക്കാർ. ഞാൻ അന്ന് അലീഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവരെ മിസ്ഗൈഡ് ചെയ്തത് ഈ കമ്മ്യൂണിസ്റ്റ് ഹിസ്റ്റോറിയൻസും പിന്നീട് ഇപ്പം കേരളത്തിൽ നടക്കുന്നതിൽ മുസ്ലിങ്ങൾ ചിന്തിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവരെ ചിന്താഗതിയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ എന്നൊക്കെ എത്രയോ തെറി പറഞ്ഞുകൊണ്ട് ഒരുപാടില്ലാതെ തെറി പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. ചിലതൊക്കെ എൻ്റെ അടുത്ത് വരും, ചിലത് വരില്ല. അപ്പോൾ അതിനൊരു ആർമി തന്നെ ഇവർ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ കുറേ കൂടി ചിന്തിക്കേണ്ടിയിരുന്നത് വളരെ അപകടകരമായ രൂപത്തിലാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ എനിക്ക് അവരോടുള്ള അപേക്ഷ, മുസ്ലിങ്ങളോട് മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പിന്നെ ചരിത്രകാരന്മാരോട് ഒന്ന് പിന്നെ ആഴത്തിലുള്ള പഠനം ഇല്ല. ഇപ്പം കേരളത്തിലൊക്കെ എന്ന് പറയുന്നത് ഏറ്റവും വലിയ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പിളകളെക്കുറിച്ചായിരിക്കും ഇവർ പിന്നെ റിസർച്ച് ചെയ്യുന്ന PhD എന്ന് പറഞ്ഞ ഡോക്ടർ എന്ന് പറഞ്ഞ് നടക്കുന്നത്. അവർക്കൊന്നും ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയില്ല. അവിടെയാണ് നമുക്ക് തകരാറുകൾ സംഭവിക്കുന്നത്. എങ്ങനെയായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരിക, ഏതെങ്കിലും ഒരു ലിമിറ്റിൽ വെച്ചിട്ട് പരിഹരിക്കുക, ഇനി അതിനുശേഷം മുന്നോട്ട് പോകുക എന്നുള്ളതായിരിക്കണം.